പഹൽഗാം ഭീകരാക്രമണത്തിലെ തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഇന്നും നിർണായക യോഗങ്ങൾ തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും സാഹചര്യം വിലയിരുത്തും. കേന്ദ്രമന്ത്രി സഭായോഗത്തിനു ശേഷം രാത്രി വൈകി പ്രധാനമന്ത്രി കരസേനാ മേധാവിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിൽ പാകിസ്ഥാനെ അതൃപ്തി അറിയിച്ച സാഹചര്യത്തിൽ തുടർ നീക്കങ്ങളും ഇന്ത്യ നിരീക്ഷിക്കുകയാണ്. അതേസമയം തിരിച്ചടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനകൾക്ക് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായവും തേടിയിട്ടുണ്ട്. സംഘർഷസ്ഥിതി പരിഹരിക്കാൻ ഇടപെടണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയോട് ആവശ്യപ്പെടുകയായിരുന്നു. ഇന്ത്യ പാകിസ്ഥാനെതിരെ കർശന നിലപാട് തുടരുന്ന സാഹചര്യത്തിലായിരുന്നു പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ സഹായം തേടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശനം വേണ്ടെന്ന് വച്ചിട്ടുണ്ട്. മെയ് 9 മോസ്കോയിൽ നടക്കുന്ന വിക്ടറി പരേഡിൽ പ്രധാനമന്ത്രി പങ്കെടുക്കില്ലെന്ന് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം പഹൽഗാമിൽ 26 പേരുടെ മരണത്തിനിടയാക്കിയ ഭീകരാക്രമണത്തിന്റെയും തുടർന്നുള്ള സംഭവവികാസങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതേസമയം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പിന്നിൽ ലഷ്കർ-ഇ തോയ്ബയുടെ മുഖ്യ കമാൻഡർ ഫാറൂഖ് അഹമ്മദിന്റെ പ്രവർത്തന ശൃംഖലയ്ക്ക് നിർണായക പങ്കുള്ളതായി ദേശീയ അന്വേഷണ ഏജൻസി വൃത്തങ്ങൾ സൂചന നൽകിയതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ഉണ്ട്. കശ്മീരിൽ ഭീകരവാദികളെ പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ഫാറൂഖ് അഹമ്മദിന്റെ കുപ്വാരയിലെ വീട് കഴിഞ്ഞ ദിവസം സുരക്ഷാ സേന തകർത്തിരുന്നു. നിയന്ത്രണ രേഖയിൽ ഒരു പ്രകോപനവുമില്ലാതെ തുടർച്ചയായി നടത്തുന്ന വെടിവെപ്പിൽ പാകിസ്ഥാന് മുന്നറിയിപ്പുമായി ഇന്ത്യയെ രംഗത്തെത്തി. ഇരു രാജ്യങ്ങളുടെയും ഉന്നത സൈനിക ഉദ്യോഗസ്ഥർ ഹോട്ട്ലൈനിൽ സംസാരിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തുടർച്ചയായ 6ാം ദിവസവും പാകിസ്ഥാൻ ഒരു പ്രകോപനവുമില്ലാതെ നിയന്ത്രണ രേഖയിലെ വെടിനിർത്തൽ കരാർ ലംഘിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇന്ത്യ പാകിസ്ഥാന് ബുധനാഴ്ച ശക്തമായ മുന്നറിയിപ്പ് നൽകിയത്. മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ് പാക് സൈനിക മേധാവിയെ വിളിച്ച് സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലും ബാരാമുള്ള, കുപ്വാര ജില്ലകളിലെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തു നിന്ന് പാർഗ്വാർ മേഖലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തിയിരുന്നു. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. എന്തായാലും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വലിയൊരു തിരിച്ചടിയാണ് പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പുകളും അവർ നടത്തുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ അമേരിക്കയുടെ സഹായവും പാകിസ്ഥാൻ തേടിയിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന സൂചനകളിൽ വ്യക്തമാകുന്നത്. ഇന്നലെ രാത്രിയും വൈകിയും തിരക്കിട്ട നീക്കങ്ങളായിരുന്നു ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ശക്തമായ താക്കീത് തന്നെയാണ് പാകിസ്ഥാന് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലും ബാരാമുള്ള, കുപ്വാര ജില്ലകളിലെ നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തു നിന്ന് പാർഗ്വാർ മേഖലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിലും പാകിസ്ഥാൻ പ്രകോപനമില്ലാതെ വെടിവെപ്പ് നടത്തിയിരുന്നു. ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു.